IthirisMediaMix, IthirisMediaMix. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എഗ് റൈസ് ആണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിപ്പോൾ വീഡിയോ കാണാം. എഗ് റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അതിനകത്ത് പാനിൽ ഒരൽപ്പം എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. എണ്ണ കാഞ്ഞിട്ടുണ്ട്, അതിനകത്തേക്ക് നമുക്ക് 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് കരിയാതെ നന്നായിട്ട് ഇളക്കി ചിക്കി എടുക്കണം. നന്നായിട്ട് പ്രസ് ചെയ്ത് ഇളക്കി ചെറിയ തരികളാക്കി എടുക്കണം, ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി എഗ് റൈസിന് ആവശ്യമായ മസാല തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എഗ് റൈസിന്റെ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു വലിയ പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു 4 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 സബോള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരല്പം ജിഞ്ചർ ഗാർലിക് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതിലെ ഈ സബോളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴന്നു വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ആഹാരമാണിത്. അത് നമുക്ക് ഏത് അരി കൊണ്ടും ഉണ്ടാക്കാം. ഇപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ബിരിയാണി റൈസ് ആണ്. അതല്ലാതെ നമ്മുടെ സാധാരണ അരി കൊണ്ടും ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളം പറ്റിച്ച് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് നമ്മൾ ഇതുപോലെ നന്നായിട്ട് വഴറ്റുകയാണെങ്കിൽ നല്ല സ്മെല്ലൊക്കെ വരും. ഇപ്പൊ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടതായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 2.5 സ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ ഗരം മസാലപ്പൊടി, ഒരൽപ്പം കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒരൽപ്പം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മൾ തയ്യാർ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. 1 കിലോ അരിയുടെ എഗ് റൈസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിപ്പോ ബിരിയാണി റൈസ് ആണ്. ബിരിയാണി റൈസ് ഇരട്ടി വെള്ളത്തില് വേവിച്ച് പറ്റിച്ചെടുക്കണം, അതായത് പറ്റിച്ച് വേവിച്ചെടുക്കണം. ഇത് നമുക്ക് ഈ ചോറ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോറും ആ മസാല എല്ലാം കൂടെ നന്നായിട്ട് എല്ലായിടവും പിടിക്കുന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരല്പം മല്ലിയിലയും പുതിന ഇലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അത് ഇളക്കി ചേർക്കാം. ഇനി ഇത് ഫുൾ തീയിലിട്ടുണ്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചോറ് നമുക്ക് നന്നായിട്ട് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഇളക്കി എല്ലാ വശവും ചേർത്ത് കൊടുക്കണം, ഫ്രൈ ചെയ്തെടുക്കണം. ഒരു നോക്കിയിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ എണ്ണയും വേണമെന്ന് തോന്നിയാൽ മാത്രം ചേർത്ത് കൊടുക്കണം. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ആദ്യം ആവശ്യത്തിന് എണ്ണ ചേർത്തിട്ടുണ്ട്. എങ്കിലും വേണമെന്ന് ഒരുപക്ഷെ തോന്നിയാൽ ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇപ്പൊ തന്നെ നമുക്ക് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല മണമുണ്ട്, നല്ല രുചികരമായിട്ടുള്ള വിഭവം തയ്യാറാവുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾ ആരെങ്കിലും ഇത്തിരീസ് കിച്ചൺ, ഇത്തിരീസ് മീഡിയ മിക്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇപ്പോൾ നമ്മുടെ ഇത്തിരീസ് മീഡിയ മിക്സിലെ കിടിലനായിട്ടുള്ള എഗ് റൈസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീഡിയോ കാണണം, ഇത്തിരീസ് മീഡിയ മിക്സിലെ മറ്റു വീഡിയോകളും കാണണം. ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ പുതിയ റെസിപ്പികളും മറ്റ് യാത്രാ വിവരണങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ നിങ്ങളുടെ അടുത്ത് എത്തുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബൈ.